ഇനി നമുക്ക് വെറൈറ്റി ആയിട്ട് ബണ്ണ് വെച്ചിട്ടൊരു റെസിപ്പി ഉണ്ടാക്കി നോക്കാം. നല്ല വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഫുഡ് ആൻഡ് വിഷസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു 1.5 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം, ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ. ഇതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 2 പച്ചമുളക് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് മീഡിയം സൈസ് സവോള ഞാനിവിടെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ഒത്തിരി വഴന്നൊന്നും വരണ്ട, നമുക്കൊന്ന് സ്മൂത്തായി കിട്ടിയാൽ മതി. നമ്മുടെ സവോള ഒന്ന് സ്മൂത്തായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ക്രീമി ആയിട്ടുള്ള മസാലയാണ് ഇതിന് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൈദ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 1 കപ്പ് പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചൂടാക്കിയ പാലൊന്നുമല്ല, സാധാരണ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ മസാലയൊന്ന് കുറുകി വരും. ഇപ്പോൾ കണ്ടോ, നമ്മുടെ മസാലയൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ഹോട്ട് സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി സോസ് വേണമെങ്കിലും ചേർക്കാം. ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അതേപോലെ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം ചിക്കൻ, ബോൺലെസ് ചിക്കൻ, നന്നായിട്ട് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് മിൻസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ഈ ചിക്കനിലേക്ക് ഇതെല്ലാം കൂടെ മസാല എല്ലാം കൂടെ ചേരുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് നമ്മുടെ മസാല എല്ലാം ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബണ്ണ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫില്ല് ചെയ്ത് വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ബർഗർ ബണ്ണാണ്. നിങ്ങൾക്ക് ഏത് ബൺ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ ബണ്ണ് നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ സ്ക്വയറായിട്ട് നമുക്കൊരു ചെറിയ നൈഫ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി ഉള്ളിലേക്ക് പോവരുത്, ചെറുതായിട്ട് മേളിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആ പോർഷൻ നമുക്കൊന്ന് വേർതിരിച്ചെടുക്കാം. കണ്ടോ, ഇതേപോലെ നമുക്കതൊന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള കുറച്ച് ബണ്ണിൻ്റെ പീസസ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് മാറ്റി വെക്കണം. ഇത് നമുക്ക് പിന്നത്തേക്ക് ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാനത് മാറ്റി വെക്കുന്നുണ്ട്.
ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ് വെക്കാൻ പാകത്തിന് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു ഹോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ബണ്ണുകളെല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബണ്ണിൻ്റെ പീസസ് ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ബണ്ണ് ഫില്ല് ചെയ്യുന്ന സമയത്തൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഇതിലേക്ക് കുറച്ച് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മയോണൈസ് ചേർത്തിട്ട് നമ്മൾ ഈ ഫില്ലിങ് വെച്ച് കഴിയുമ്പോഴത്തേനും ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാ സൈഡിലും ഈ മയോണൈസ് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഒത്തിരി ഓവറായിട്ട് ഫില്ല് ചെയ്യേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബണ്ണിൻ്റെ പീസ് ഇതിൻ്റെ മേലിലേക്ക് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബണ്ണിൻ്റെ ബാക്കി പീസസിൻ്റെ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മേലിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുത്ത് ആ ഓപ്പണിംഗ് എല്ലാം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബണ്ണെല്ലാം ഫില്ല് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓരോ ബൺ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ബൺ ഈ മുട്ടയുടെ മിക്സ്ചറിൽ നന്നായിട്ട് എല്ലാ ഭാഗവും മിക്സ് ചെയ്ത് എടുത്തിട്ട് നന്നായിട്ട് മുക്കിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് പാനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എല്ലാ ബണ്ണും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് 2 സൈഡും തിരിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ഫ്രൈ ചെയ്ത് കരിഞ്ഞൊന്നും പോകാൻ ഇടവരരുത്, നിങ്ങൾ ശ്രദ്ധിക്കണം ചെയ്യുമ്പോൾ. അതേപോലെ ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് ആക്കിയെടുക്കാനായിട്ട് ഇതേപോലെ സൈഡൊന്ന് തിരിച്ച് വെച്ച് കൊടുത്ത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് ഒന്ന് റെഡിയായി വരും. അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം ചെയ്തിട്ട് എല്ലാ ബണ്ണും ഇതേപോലെ തിരിച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബൺ റെഡി ആയിട്ടുണ്ട് ഇവിടെ വിത്ത് ചിക്കൻ ഫില്ലിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുകയും ചെയ്യണേ. അതേപോലെ നിങ്ങളുടെ കമൻസ് ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.